വയനാട്ടിൽ മാത്രമല്ല, മുക്കത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. വയനാട് ഷുവർ സീറ്റാണെന്ന് വിചാരിച്ചെപ്പോഴും അങ്ങനെയാവില്ല. വയനാട് അടുത്ത അമേഠിയാക്കും. കാരശ്ശേരിയിലെ ഓഫീസിന് മുന്നിൽ 5ഓളം പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. എ കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, ഇതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ അവസരം മുതലെടുക്കുന്നതാണെന്ന് നമുക്കറിയില്ല, ആരാ ഒട്ടിച്ചതെന്നും അറിയില്ല. പക്ഷേ വയനാടിന് സമാനമായ രീതിയിൽ ഇപ്പോൾ മുക്കത്തും പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ പ്രിയങ്ക ഗാന്ധി വിജയിപ്പിച്ചത് തങ്ങളാണ്, തങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ, ബിഡിഎ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ അനുഭവിക്കുമെന്നാണോ പോസ്റ്ററിലെ ഒരു ഭീഷണി നമ്മൾ മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ആ പോസ്റ്ററിലെ സ്വഭാവം ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ്. കാരണം വയനാട്ടിൽ ഒരു ഷുവർ സീറ്റാണെന്ന് കരുതേണ്ടതില്ല, അവിടെ അമേഠിയായി മാറ്റും എന്ന ഇംഗ്ലീഷിലുള്ള ഒരു പോസ്റ്ററാണ്. 5ഓളം പോസ്റ്ററുകളാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിൽ പതിച്ചിരിക്കുന്നത്. നോർത്ത് കാരശ്ശേരിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലാണ് ഈ പോസ്റ്റർ ഉള്ളത്. ഏതായാലും KC ഒരു പക്ഷേ നിങ്ങളുടെ ആളായിരിക്കാം, പക്ഷേ ജനവികാരം മാനിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പോട് കൂടിയാണ് ഈ പോസ്റ്ററുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ വാർത്തകളൊക്കെ ആയതോടുകൂടി തന്നെ ഈ പോസ്റ്ററുകൾ പിന്നീട് ആരോ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റയിലും ഇത് സമാനമായ രീതിയിൽ തന്നെയാണ് വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി തന്നെ ഈ പോസ്റ്ററുകളും മാറ്റുന്നത് കണ്ടതാണ്. ഏതായാലും മുക്കത്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിലാണ് നേതൃത്വത്തിന് ഭീഷണിയുമായി ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതും ഇംഗ്ലീഷിലാണ്. നേരിട്ട് തന്നെ AICC നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അരുൺ, ഓക്കെ, തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള പോസ്റ്റർ കളിയൊക്കെ കാണുന്നത്. അമേഠിയിൽ തോറ്റെങ്കിലും ഈ പോസ്റ്റർ യുദ്ധമൊന്നും അമേഠിയിൽ കണ്ടില്ലല്ലോ. റിസൾട്ട് വരുമ്പോഴാണല്ലോ തോൽവി ഇത്രയും കനത്തതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഇത് വല്ലാത്തൊരു സംഭവമായി പോയി, അല്ലേ?